my obsession. You got me so addicted. Girl, you're my obsession. You got me so addicted. Even if we get caught in the rain, I know our love won't wash away. You got me so addicted. No matter if we get caught in the rain, I know our love won't wash away. Through any monsoon or hurricane, girl, our love will find a way. I wanna see the sun setting in your eye, lying next to you every single night. Wanna be the reason that you smile. Baby, go with me, it's ride or die. मोहब्बत बरसा देना तू, सावन आया है, तेरे और मेरे मिलने का मौसम आया है। सबसे छुपा के तुझे सीने से लगाना है, प्यार में तेरे हद से गुजर जाना है। इतना प्यार किसी पे पहली बार आया है। मोहब्बत बरसा देना तू सावन। ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും. ഈശോയെ നീ എന്നിൽ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും. ക്രൂശിതനെ ഉദ്ധിതനെ മർത്യനെ കാത്തിടണേ. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. കാനായിലെ കൽഭരണി പോൽ വക്കോളം നിറച്ചു ഞാനും. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ, മേൽത്തരം വീഞ്ഞാക്കുമോ. ഈ പച്ചവെള്ളം
വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ കയ്യിൽ കൂടാതമ്മ നെയ്തൊരു മേലങ്കിയാൽ എന്നെ പൊതിഞ്ഞിടുമോ നിൻ പാർശ്വത്തിൽ നിന്നൊഴുകും വെള്ളത്താലെന്നെന്നും എന്നെ കഴുകിടുമോ സന്തോഷിപ്പിച്ചോ
ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു
തിന്മകളിൽ നിന്നും വിദൂരനും ദൈവീകാര്യങ്ങളുടെ ഉറവിടമായ ദൈവമേ നീ അനശ്വരമായ വെടിപ്പുള്ള മൂലോനും അനാദന്തമായ നിലയിലാകാത്ത അത്ഭുതങ്ങൾക്കും മരണത്തിനും അധീനനുമാകുന്നു. തന്റെ തൊട്ടിയെ അലങ്കരിച്ച് നഷ്ടമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തത് നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോദനമായിട്ട് വെടിപ്പോടെ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അത് നൽകിയ നൽകത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീകന്മാർ മൂലമായി നീ അതിന് പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീന ദാസനാകുന്ന ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശദമായി തീരുവാൻ സംഗതിയാവുകയും ചെയ്യണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ ഇവിടെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ തുറയോടെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമായ കർത്താവേ, കത്തിനും പരത്തിനും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവരിയുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തലത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇവരന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വാതന്ത്ര്യമാക്കിക്കൊള്ളണമേ. ഇവ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് തൃപ്തിവരാത്തത് ഇടപെടാതെ നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ Amen.
കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ.
Thank you.
സുന്ദരി സുന്ദരി ജാതികളിൽ
മച്ചിയായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മച്ചിക സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മച്ചിയായി കീഴുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാരിൽ സകലരും കീഴ്പ്പെടണം. പുരുഷന്മാരെ മഷിക തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഒരിക്കലും സ്വന്തം ശരീരത്തെ ആനന്ദേഷിക്കത്തില്ലല്ലോ. പിന്നെയോ മഷിക സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസ സംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ ഭർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയെ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക വാക്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. അറിയിപ്പിനെ നാം കേൾക്കണം. Amen.
Cristo Mariam, Hollander, ഈ വചനങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദായുടെയും അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രേക്ഷകന്മാർ അടുത്തു ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതിവിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ക്ഷണന്മാരായി ജനിച്ചിട്ടുള്ള ക്ഷണന്മാരുണ്ട്, മനുഷ്യരാൽ ക്ഷണന്മാരാക്കപ്പെട്ടിട്ടുള്ള ക്ഷണന്മാരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കി തീർത്തിട്ടുള്ള ക്ഷണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ. വശായനോ ശത്രുവിന്റെ ശത്രുക്കൾക്കും സർവശക്തികേരായ ദൈവമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ.
മകുളം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാരൻ അണിക്കും മകുളം രമ്യം. ആയുഷ്കാലം സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴല്ല ഇപ്പോഴെന്നേക്കും ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ തന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മഷികാതന്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വാതുവെന്ന് നിങ്ങൾ ആവശ്യിച്ച എല്ലാ പദവികളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകർഷകരുടെ വചനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മരണകരമായ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം സന്തോഷിച്ച പ്രകാരം നിങ്ങൾ സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുവിട്ട് മനോഹരം മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മരമഞ്ഞും ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന സർവ്വസമ്പന്നങ്ങളും ദൈവത്തമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കീഴാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ട് സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ട് ദൈവത്തിനെ സമ്പന്നരാക്കുകയും അപാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും പ്രാപിക്കാനിടയാകട്ടെ. നസ്രാനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും
അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധരുമായിട്ട് സ്തുതി കരേറ്റാം. ഹോശോ പോലെ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സംഗീതനായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളും ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവികർ നമ്മെ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതാണ്. സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന പ്രത്യേക ശ്രദ്ധിപ്പേൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ വിശുദ്ധ കന്യക മർത്തോറിയാവിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ ആശംസയുടെ കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഇവർ സ്വന്തം ആളുകളെ വിഴിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം.
അവൻ നഗ്നനായിരുന്നാൽ അവൾക്ക് ധരിപ്പാൻ നൽകണം, ദാഹിച്ചിരുന്നാൽ അവൾ കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ സ്വാംശികായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി.
മക്കളുടെ വിവാഹ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നിവർത്തിക്കപ്പെട്ടു. ഈ മക്കളെ ഇപ്പോൾ സ്വീകരിച്ച് ഭവനത്തിൽ പ്രവേശിപ്പിക്കാൻ സമൂഹ മധ്യേ മാതൃകയായി നിർത്താൻ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇവരെ ഞാൻ ദേവാലയത്തിൽ വെച്ച് ഓർമ്മപ്പെടുത്തിയതുപോലെ വിവാഹ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ ചെറുതും വലുതുമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബ ജീവിതത്തിൽ കടന്നു വരിക സർവ്വസാധാരണമാണ്. വിവാഹ ജീവിതം നയിക്കുന്നവരെ, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്, ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ. അതിനെ കക്ഷികളായിരിക്കുന്നവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അത് വലുതാക്കണമോ ചെറുതാക്കണമോ എന്നുള്ളതായ പ്രശ്നമാണ് നമ്മളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹകരമായി തീരട്ടെ എന്ന് വീണ്ടും ആശംസിക്കുമ്പോൾ 128 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടെങ്കിൽ അധികം പേര് കയറാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അകലം പാലിച്ച് മാതൃകയായിട്ടും ഈ ശുശ്രൂഷ നിവർത്തിക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ പ്രകാശിക്കുന്നവരായി, മാതൃകയുള്ളവരായി തീരാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി വീണ്ടും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള കേക്ക് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഇവർ രണ്ടുപേരും പരസ്പരം ചേർന്ന് മുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. തന്നിട്ടുള്ള ആഹാരത്തെയും എന്റെ കരുണയോർത്ത് സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. സത്യമാണാ നീതി
കുളിർത്തിന്നൽ ആളുകളായ
നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. ഒരു സുഖമുറവിയിലുരുകുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ. തോഴി ഒരു നോവ് പോലെരിയും നിതാ തിരി. ഏതോ കിനാവിൽ നിറയും നിതിൻ മിഴി. മറന്നു ഞാൻ നിന്നെയും പ്രിയേ. ഒഴുകിയലകളിൽ ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ. ഒരു സുഖമുറവിയിലുരുകുകയാണിൻ ഹൃദയമേ വെറുതെ നിന്നു ഞാൻ. ഓരോ നിമിഷചഷകം സ്മൃതികളാൽ നിറയുമെവിടെ. ഓരോ വിജനവനിയും നിറയെ കനികൾ ചൂടും. ഇനി വീട്ടുമോ കരങ്ങളെ വിരഹാശ്രുവായ്ക്കുവാൻ. പ്രഭാതമോ ത്രിസന്ധ്യതൻ സഖി കലരുവയിനി ഒരു മെഴുതിരിയുടെ നെറുകയിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു